ഓം ശ്രീ ലക്ഷ്മി നരസിംഹം ശരണം പ്രപത്തി. ലോകത്തെ ഏറ്റവും വലിയ കോടീശ്വരൻ ആരായിരുന്നു ഒരു കാലഘട്ടത്ത് എന്ന് ചോദിച്ചാൽ ഫോബ്സിൻ്റെ ലിസ്റ്റിലൊക്കെ ഒരു പേര് കാണാമായിരുന്നു ഒന്നാം സ്ഥാനത്ത്. ലോക പട്ടികയിൽ ഞാൻ പറയുന്നത് ഇന്ത്യയുടെയോ ഏഷ്യയുടെയോ കാര്യമല്ല പറയുന്നത്, ലോകമെമ്പാടും കോടീശ്വരന്മാരുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് നിന്നൊരു മഹാനുണ്ട്. പ്രത്യേകിച്ച് ബിസിനസ്സിലൊക്കെ ഇറങ്ങുന്നവർക്ക്, സംരംഭം ചെയ്യുന്നവർക്ക് അവരുടെ ഏറ്റവും വലിയ റോൾ മോഡലായി മാറിയിട്ടുള്ള സ്റ്റീവ് ജോബ്സ്. നമ്മളിന്ന് ഉപയോഗിക്കുന്ന ആപ്പിൾ ഐഫോൺ, അതിൻ്റെ ഫൗണ്ടർ, ആപ്പിൾ കമ്പനിയുടെ ഫൗണ്ടർ. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും, ഇതിൻ്റെ രണ്ടിൻ്റെയും CEO മാർക്ക് സക്കർബർഗ്. വിരാട് കോഹ്ലി, ഭാരതം ദർശിച്ചിട്ടുള്ളതിൽ ഏറ്റവും അധികം ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫോളോവേഴ്സ് ഉള്ളതും അതുപോലെ തന്നെ യങ്സ്റ്റേഴ്സ് ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യുന്നതും ഏറ്റവും പ്രശസ്തനുമായിട്ടുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് താരം. അങ്ങനെ ഒട്ടേറെ ഹോളിവുഡ് നടന്മാർ, ഒട്ടേറെ ബോളിവുഡ് നടന്മാർ, പ്രശസ്തരായ പ്രസക്തരായ എല്ലാവർക്കും ഒരു ഫാക്ടറുണ്ട്, കോമൺ ഫാക്ടർ. എല്ലാവരുടെയും ഒരു രഹസ്യം, ഒരേ ഒരു രഹസ്യം. വിദേശീയരായവർക്ക് പോലും ആ രഹസ്യം വന്നത്, അവരുടെ ശക്തി വന്നത് കൈച്ചി ധാമിൽ നിന്നാണ്, ഒരു ഭാരതീയ ഗുരുവിൽ നിന്നാണ്. നീം കരോളി ബാബ വേപ്പുമരത്തിൻ്റെ ചുവട്ടിൽ ധ്യാനത്തിൽ നിമഗ്നനായിരുന്നതുകൊണ്ട് അദ്ദേഹത്തിന് ആ പേര് തന്നെ കിട്ടി, നീം കരോളി ബാബ. ആ നീം കരോളി ബാബയെക്കുറിച്ച് കേൾക്കുന്നത് തന്നെ അത്ഭുതമാണ്. അതുപോലെ തന്നെ ജീവിതത്തിൽ ഒട്ടേറെ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുതരാൻ സാധിക്കുന്നതുമാണ്. അത് നീം കരോളി ബാബയിലൂടെയല്ല, അതുപോലെ ഒരുപാട് മഹാപുരുഷന്മാർ നമ്മളുടെ ഇടയിലുമുണ്ട്. അതിനു മുൻപ് നീം കരോളി ബാബയെക്കുറിച്ച് അറിയണം. ലക്ഷ്മൺ നാരായൺ ശർമ്മ, ഇങ്ങനായിരുന്നു അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര്, ആ മഹാഗുരുവിൻ്റെ പേര്. 1900 ജനിക്കുന്നത്. വളരെ ചെറുപ്പ കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ ഇദ്ദേഹത്തിൻ്റെ വിവാഹം നടത്തിച്ചു. ഇതിലൊന്നും നമ്മൾക്കറിയാം, ആത്മീയ പുരുഷന്മാർക്ക് ഇതിലൊന്നും താല്പര്യമില്ല, ലൗകിക ജീവിതത്തിൽ ഒരു താല്പര്യമില്ല. അങ്ങനെ ഇരിക്കെ നാടുവിട്ടുപോയി. സ്വന്തം ആത്മീയബോധത്തെ തിരിഞ്ഞു തേറാനായി, സ്വന്തം സത്തയെ മനസ്സിലാക്കാനായി ആ രാമനാമം, ആ ഹനുമത് നാമം മുറുകെ പിടിച്ചുകൊണ്ട് നാടുവിട്ടുപോയി. അങ്ങനെ ഇദ്ദേഹം ഉത്തർപ്രദേശിൽ നിന്ന്, ഫരീസാബാദ് ഉത്തർപ്രദേശിലാണ് അദ്ദേഹം ജനിക്കുന്നത്. അവിടെ നിന്ന് ഗുജറാത്തിലേക്ക് പലായനം ചെയ്യുകയാണ്. അവിടെ പോയി ധ്യാനം ചെയ്ത് ഒരു മഹായോഗ പുരുഷനായി തീർന്നിരിക്കുന്നു, ഒരു യോഗി പുരുഷനായി തീർന്നിരിക്കുന്നു. മുഖത്തു നോക്കിയാൽ പോലും ആ തേജസ് വിളിച്ചോതുന്ന വണ്ണം, അത്രത്തോളം തപസ്സിൽ മുഴുകിക്കൊണ്ട് തൻ്റെ മുഖത്തെ ആ കാന്തി കൊണ്ട് എല്ലാവരെയും ആകർഷിക്കുന്ന ഒരു മഹാഗുരുവിനെ കണ്ടപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ സുഹൃത്ത് ഇതുപോലെ തന്നെ ഗുജറാത്തിൽ വെച്ച് ഇദ്ദേഹത്തെ കാണുകയാണ്, നീം കരോളി ബാബയെ. നീം കരോളി ബാബയെ കണ്ടപ്പോൾ തന്നെ ഈ തേജസ്വിയായിട്ടുള്ള യുവ യോഗി എൻ്റെ സുഹൃത്തിൻ്റെ മകനല്ലേ എന്നുള്ള ചിന്തയിൽ സുഹൃത്തിനെ വിവരമറിയിക്കുകയും സ്വന്തം മകനെ തേടി, അതായത് നീം കരോളി ബാബയുടെ അച്ഛൻ, നീം കരോളി ബാബയുടെ സുഹൃത്തിൻ്റെ വിവരത്തെ അടിസ്ഥാനപ്പെടുത്തി നീം കരോളി ബാബയെ തിരിച്ച് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ വരികയാണ്. ഒരുപാട് നിർബന്ധിച്ചിട്ടും നീം കരോളി ബാബയ്ക്ക് ഒരു ഇളക്കവും തട്ടാതിരുന്നിട്ടും വീണ്ടും അദ്ദേഹത്തിൻ്റെ ആ പ്രചോദനം കൊണ്ട് ആ അച്ഛനു വേണ്ടി, പിതാവിനു വേണ്ടി നീം കരോളി ബാബ തിരിച്ച് വീട്ടിലേക്ക് വരാൻ തയ്യാറാകുകയാണ്. അങ്ങനെ കുറേ വർഷങ്ങൾ കടന്നു പോകുന്നു. അദ്ദേഹത്തിന് 2 പുത്രന്മാരും ഒരു പുത്രിയും ജനിക്കുന്നു. എന്നിട്ടും തൻ്റെ ലൗകികമായ ജീവിതത്തിൽ ഉള്ള താല്പര്യക്കുറവ് കൊണ്ടും ഭൗതികമായി ഒന്നും വേണ്ട, ആത്മീയം മതി എന്നുള്ള ആ ബോധത്തിൽ നിന്ന് ഇദ്ദേഹം വീണ്ടും പലായനം ചെയ്യുകയാണ്, വീട് വിട്ടു പോകുകയാണ്. ഈ ആത്മീയ പുരുഷന്മാരുടെയൊക്കെ ഏറ്റവും വലിയ ഒരു രഹസ്യമെന്ന് പറഞ്ഞാൽ, അവരെ എത്രത്തോളം നിങ്ങൾ വിവാഹത്തിലോ എവിടെ കൊണ്ടുപോയിട്ടാലും അവരുടെ തേടൽ എപ്പോഴും ഉള്ളിലേക്കായിരിക്കും, ആത്മീയതയിലേക്കായിരിക്കും, ദൈവത്തിലേക്കായിരിക്കും, ഒരിടത്തും നിലനിൽക്കില്ല. അങ്ങനെ നിലനിൽക്കാതെ ഇദ്ദേഹം പലായനം ചെയ്ത് ഉത്തരാഖണ്ഡിലെത്തുകയും അവിടെ കൈച്ചി ധാം സ്ഥാപിക്കുകയാണ്. ആ സ്ഥലത്ത് നിന്നാണ് പിന്നെ ഇദ്ദേഹത്തിൻ്റെ ആ ആശ്രമത്തിൽ നിന്നാണ് പിന്നെ ഈ പെരുമകളുടെ ആരംഭം. 1973 ഇദ്ദേഹം സമാധിയാകുന്നു കൈച്ചി ധാമിൽ വെച്ച്. ഒരുപാട് ശിഷ്യസമ്പത്തൊന്നും അദ്ദേഹത്തിനില്ല. കാരണം ഇങ്ങനെയുള്ള മഹാപുരുഷന്മാരിലേക്ക് അങ്ങോട്ടാണ് ശിഷ്യന്മാരെത്തുന്നത്. ഒരിക്കലും ഇങ്ങനെയുള്ള മഹാപുരുഷന്മാർ ശിഷ്യന്മാരെ തിരഞ്ഞ് ഇറങ്ങാറില്ല. അങ്ങോട്ടെത്തുന്ന വളരെ ചുരുക്കം, രാംദാസിനെ പോലുള്ള വിദേശനായ ഒരു ശിഷ്യൻ, അങ്ങനെ വളരെ കുറച്ച് ശിഷ്യന്മാർ മാത്രം. ഈ രാംദാസ് എന്ന് പറയുന്ന അദ്ദേഹം നമ്മളുടെ നീം കരോളി ബാബയുടെ ശിഷ്യനായ കഥ പോലും ഒരു അത്ഭുത കഥയാണ്. അതൊക്കെ നമ്മൾക്ക് പിന്നീട് ചർച്ച ചെയ്യാം. അത്രയ്ക്കും അത്ഭുതങ്ങൾ നിറഞ്ഞ ഈ യോഗി വര്യനെ, ഈ ഗുരുവര്യനെക്കുറിച്ച് അറിയാതെ പോകുന്നതാണ് നമ്മൾ ഭാരതീയർക്ക് പറ്റുന്ന ഏറ്റവും വലിയ അപജയം. അത് ജാതി മതഭേദമൊന്നുമില്ല. ഇനി നീം കരോളി ബാബയും സ്റ്റീവ് ജോബ്സും തമ്മിലുള്ള ആ ബന്ധം, ആപ്പിളിൻ്റെ ഫൗണ്ടറായിട്ടുള്ള നമ്മളിന്ന് ഉപയോഗിക്കുന്ന ഐഫോൺ മുതലായ വളരെ ലക്ഷറി
യുടെ കാറ്റഗറി നോക്കുകയാണെങ്കിൽ ഏറ്റവും ലക്ഷറിയസ് ആയിട്ടുള്ള ഏറ്റവും സ്റ്റാൻഡേർഡ് ഉള്ളവർ ഉപയോഗിക്കുന്നു എന്ന് നമ്മൾ പറയുന്ന ആപ്പിളിൻ്റെ ഫൗണ്ടറായിട്ടുള്ള സ്റ്റീവ് ജോബ്സും നീം കരോളി ബാബയും തമ്മിലുള്ള ബന്ധം എന്താണ്? ഒരിക്കൽ സ്റ്റീവ് ജോബ്സിൻ്റെ ജീവചരിത്രം അദ്ദേഹം തന്നെ പറയുമ്പോൾ, ഞാനിത് വായിച്ചത് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ നിന്ന് തന്നെയാണ്. ഞാൻ ഒരു ബിസിനസ് സ്റ്റുഡൻ്റ് ആയിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളൊക്കെ വായിച്ചപ്പോൾ അങ്ങനെ എനിക്ക് കിട്ടിയതാണ്. അങ്ങനെയാണ് ഞാൻ ആത്മീയ പുസ്തകത്തിലൂടെ പോലുമല്ല നീം കരോളി ബാബയെ അറിയുന്നത്. നീം കരോളി ബാബയെക്കുറിച്ച് അദ്ദേഹം ഒരുപാട് പ്രസംഗിച്ചിട്ടുമുണ്ട്. പറയുന്നത് ഇങ്ങനെയാണ്: അദ്ദേഹം ദത്തുപുത്രനാണ്, അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളുടെ ദത്തുപുത്രനാണ് സ്റ്റീവ് ജോബ്സ്, സ്വന്തം മകനല്ല. അപ്പോൾ അങ്ങനെ ഇരിക്കെ താനൊരു ദത്തുപുത്രനാണ്, അതുകൊണ്ട് താനിക്ക് എന്തെങ്കിലും ജീവിതത്തിൽ ചെയ്യണം, ഇതൊന്നും തൻ്റെ അല്ല എന്നുള്ളൊരു ബോധം പണ്ടേ സ്റ്റീവ് ജോബ്സിനുണ്ട്. അതുകൊണ്ട് കോളേജ് ഡ്രോപ്പ് ഔട്ട് ചെയ്തു. അദ്ദേഹം പഠിച്ചിരുന്ന കോളേജിൽ നിന്ന് പകുതിക്ക് അദ്ദേഹം പഠിത്തം നിർത്തി, ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തില്ല. അങ്ങനെ ഇരിക്കെ സ്വന്തമായിട്ട് എന്ത് ചെയ്യണമെന്ന് ഒരു വിവരവും ഇല്ലാതിരുന്ന ഒരു സമയത്ത്, കയ്യിൽ എടുക്കാൻ ₹1 പോലും ഇല്ലാതിരുന്ന സമയത്താണ് ഹരേ കൃഷ്ണ മിഷൻ അല്ലെങ്കിൽ ഹരേ കൃഷ്ണ എന്ന ഇസ്കോൺ സമ്പ്രദായമൊക്കെ അമേരിക്കയിൽ വളരെയധികം പ്രശസ്തി ആർജിക്കുന്നത്. ഇസ്കോണിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏത് നിമിഷം ചെന്നാലും ഏത് നേരം ചെന്നാലും നിങ്ങൾക്ക് ആഹാരം ലഭിക്കുമെന്നുള്ളതാണ്. ₹1 പോലും കൊടുക്കാതെ അന്നദാനം കൊടുക്കുന്ന ഒരു മഹാപ്രസ്ഥാനമാണ് ഇസ്കോൺ. അവിടെ പോയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ വിശപ്പകറ്റിയിരുന്നത് എന്ന് ഇദ്ദേഹം പറയാറുണ്ട്. ഒരുപാട് കിലോമീറ്റർ സഞ്ചരിച്ച് കയ്യിൽ ₹1 പോലും എടുക്കാനില്ലാത്തതുകൊണ്ട് ഇസ്കോണിൽ പോയി ആഹാരം കഴിച്ച് വിശപ്പ് മാറ്റിയിരുന്ന ₹1 പോലും എടുക്കാൻ ഇല്ലാത്തൊരു കാലഘട്ടം. ആ കാലഘട്ടത്തിലാണ് ബുദ്ധമതത്തെ തിരഞ്ഞ് ഇന്ത്യയിലേക്ക് പോകാം. ബുദ്ധമതത്തിൻ്റെ പിറവി സ്ഥാനം എന്ന് പറയുന്നത് ഇന്ത്യയാണ്, ഭാരതമാണ് എന്നുള്ള ഒരു അറിവിലേക്ക് അദ്ദേഹം വരുന്നത്. അങ്ങനെ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തും കൂടെ ആത്മീയത തേടി ഉള്ള അലച്ചിലായിരുന്നു. അദ്ദേഹത്തിന് രാംദാസിൻ്റെ പല പുസ്തകങ്ങൾ കൊണ്ടും, അതായത് നീം കരോളി ബാബയുടെ ശിഷ്യനായിട്ടുള്ള രാംദാസിൻ്റെ പല കഥകൾ കൊണ്ടും നീം കരോളി ബാബ എന്നുള്ള പേര് കേട്ടിട്ടുണ്ട്. അദ്ദേഹം അങ്ങനെ നീം കരോളി ബാബയുടെ ആശ്രമത്തിൽ ചെല്ലുകയാണ്. ഇദ്ദേഹത്തെ നേരിട്ട് ദർശിക്കാനാണ് ചെല്ലുന്നത്. പക്ഷേ ഇദ്ദേഹം ചെല്ലുന്നത് 1974 1973 തന്നെ നീം കരോളി ബാബയുടെ സമാധിയായിരുന്നു. എങ്കിലും നീം കരോളി ബാബയെ കാണാൻ സാധിക്കാതെ അദ്ദേഹം ശരീരസ്ഥനായില്ല, സമാധി പ്രാപിച്ചു എന്നുള്ളൊരു ബോധം അദ്ദേഹത്തിലേക്ക് വരുന്നപ്പോൾ, എന്നുള്ള ഒരു കാര്യം വ്യക്തമായപ്പോൾ അദ്ദേഹം ആ നീം കരോളി ബാബയുടെ പൂർണ്ണ ആശീർവാദം കിട്ടാൻ വേണ്ടി അവിടെ കുറച്ച് ദിവസം തങ്ങി ധ്യാനം ചെയ്യുകയാണ്. അദ്ദേഹം വന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം, ബുദ്ധമതം തേടിയാണ്. എങ്കിൽ ഒരു ഹിന്ദു സന്യാസിയുടെ, ഹനുമാൻ ഭക്തനായിരുന്ന, രാമഭക്തനായിരുന്ന ആ സന്യാസിയുടെ ആശ്രമത്തിൽ ധ്യാനം ചെയ്യുകയാണ്. ധ്യാനം ചെയ്ത് അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള പല ചോദ്യങ്ങൾക്കും അദ്ദേഹത്തിന് തന്നെ ഉത്തരം നൽകാൻ സാധിക്കുകയും അങ്ങനെ തിരിച്ചു പോയ ഉടൻ തന്നെ അദ്ദേഹം തുടങ്ങുന്ന കമ്പനിയാണ് ആപ്പിൾ. ലോകത്തെ ഏറ്റവും വലിയ $1 ട്രില്യൺ കമ്പനി എന്ന് പറയും. നമ്മളുടെ ഇന്ത്യൻ കമ്പനീസ് പോലും $1 ബില്യൺ ഉള്ളൂ. ഇത് $1 ട്രില്യൺ. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയേക്കാൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പകുതിയോളം വരുന്ന വലിയൊരു സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ അദ്ദേഹത്തിന് പ്രചോദനമായത് നീം കരോളി ബാബ എന്ന ആ പുണ്യഗുരുവാണ്. ആ ഗുരുവിൻ്റെ ധ്യാനത്തിലൂടെ ആ ഗുരു അറിഞ്ഞ അതേ രാമസത്തയെ തൻ്റെ ഉള്ളിലും അറിഞ്ഞതുകൊണ്ട് രാമനും ഹനുമാനും ഏകമായി കണ്ട ആ ആത്മരാമ എന്ന നമ്മളുടെ ശ്രീരാമചന്ദ്രൻ്റെ യഥാർത്ഥ ആത്മാരാമ സ്വരൂപം കണ്ട ആ നീം കരോളി ബാബ സീതാറാം എന്ന് മാത്രമേ ജപിക്കുകയുള്ളായിരുന്നു. ആ ഒരു ധ്യാനത്തിൽ ഏർപ്പെട്ടുകൊണ്ട് തന്നെ നീം കരോളി ബാബയുടെ അതേ സത്തയെ മനസ്സിലാക്കിയ ഇദ്ദേഹം പിന്നീട് നിർമ്മിച്ചതാണ് ആപ്പിൾ. ആ ആപ്പിളിൻ്റെ ഈ വിജയഗാഥയാണ് പിന്നീട് മാർക്ക് സുക്കർബർഗിനും പ്രചോദനമായത്. അദ്ദേഹത്തിൻ്റെ, നമ്മൾക്കറിയാം, ഒരിക്കലും ഒരു സ്റ്റാർട്ടപ്പ് അല്ലെങ്കിൽ ഒരു സംരംഭം തുടങ്ങിയാൽ എപ്പോഴും വിജയമല്ല, അതിൻ്റെ ഇടയ്ക്ക് പല കോട്ടങ്ങളുണ്ട്. അതുപോലെ ഫേസ്ബുക്കിൻ്റെ സംസ്ഥാപകനായ, ഫേസ്ബുക്കിൻ്റെ ഫൗണ്ടറായിട്ടുള്ള മാർക്ക് സുക്കർബർഗിൻ്റെ ജീവിതത്തിലും ഇങ്ങനൊരു വലിയ വീഴ്ച സംഭവിച്ചു. എല്ലാം കൊണ്ടും ഫേസ്ബുക്ക് നശിച്ചു പോകുന്നൊരു അവസ്ഥയിലെത്തി, തൻ്റെ എല്ലാം നഷ്ടപ്പെടുന്നൊരവസ്ഥയിലെത്തിയപ്പോൾ ഇതുപോലെ തന്നെ സ്റ്റീവ് ജോബ്സിൻ്റെ ബയോഗ്രഫിയിലൂടെയും സ്റ്റീവ് ജോബ്സിൻ്റെ വാക്കിലൂടെയും നീം കരോളി ബാബ എന്നുള്ള ആ വാക്ക് അല്ലെങ്കിൽ എന്നുള്ള ആ മഹാഗുരുവിൻ്റെ കാര്യം കേൾക്കുകയാണ്. അദ്ദേഹം ഒരു തവണ നമ്മുടെ ഭാരതം സന്ദർശിച്ചപ്പോൾ മാർക്ക് സുക്കർബർഗ് ഈ കഥ പറഞ്ഞിട്ടുമുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇങ്ങനെ കേട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് നീം കരോളി ബാബയുടെ ആശ്രമം സന്ദർശിക്കണമെന്നുള്ള ആ ജിജ്ഞാസ, ആ ഒരു ആത്മീയ പ്രേരണ കൊണ്ട് അദ്ദേഹം നീം കരോളി ബാബയെ കാണാൻ കൈച്ചി ധാമിലെത്തുകയും അദ്ദേഹത്തിൻ്റെ മന്ദിരത്തിൽ ചെന്ന് ഹനുമാൻ സ്വാമിയൊക്കെ കുമ്പിട്ടുകൊണ്ട് ധ്യാനിക്കുകയും ചെയ്തു. അങ്ങനെ ധ്യാനിച്ചാണ് പിന്നീട് ഫേസ്ബുക്ക് ഇത്രത്തോളം വളർന്നത് എന്ന് മാർക്ക് സുക്കർബർഗ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ വൈറലായി. നമ്മളുടെ വിരാട് കോഹ്ലിയുടെ മൊബൈലിൽ വാൾപേപ്പറായിട്ട് നീം കരോളി ബാബയുടെ ചിത്രമിട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ എപ്പോഴും കൈച്ചി ധാമിൽ പോകുന്ന ഒരു കൈച്ചി ധാമിലെ നീം കരോളി ബാബയുടെ ഒരു വലിയ ഫോളോവർ കൂടിയാണ്, അല്ലെങ്കിൽ ഒരു വലിയ
വിശ്വാസി കൂടിയാണ് വിരാട് കോഹ്ലി എന്ന ആ മഹാപ്രതിഭ. ഇങ്ങനെ ഓരോരുത്തരുടെ ജീവിതത്തിലും ആത്മീയമായി വലിയ മാറ്റങ്ങളും ഭൗതികമായി അതിലേറെ മാറ്റങ്ങളും കൊണ്ടുവന്ന ഈ നീം കരോളി ഭാഭയെക്കുറിച്ച് അറിയാതെ പോയതാണ് നമ്മൾ ഭാരതീയർ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. നീം കരോളി ഭാഭയെ പോലെ ലക്ഷക്കണക്കിന് ഭാഭമാർ നമ്മളുടെ ഭാരതത്തിലുണ്ട്. ഒരുപാട് ഭാവമാർ. എന്തിനേറെ പറയുന്നു, കേരളത്തിലെ ശബരിമല, പത്മനാഭസ്വാമി ക്ഷേത്രം, അതുപോലെ പ്രശസ്തി ആർജിച്ച എല്ലാ ക്ഷേത്രങ്ങളുടെ പിന്നിലും ഒരു യോഗിയുടെ സമാധിപീഠമുണ്ട്. എങ്കിൽ ആ യോഗിയുടെ സമാധിപീഠത്തെ അറിഞ്ഞുകൊണ്ട് അവിടെ പ്രാർത്ഥിക്കുമ്പോഴാണ്. അതുപോലെ ശിവഗിരി, ഏറ്റവും വലിയ സമാധി തീർത്ഥാടന കേന്ദ്രം കേരളത്തിൽ ഏതാണ് എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ, ശിവഗിരി, ശ്രീനാരായണ ഗുരുദേവൻ്റെ സമാധിപീഠം. അതുപോലെ തന്നെ ഓമല്ലൂരുണ്ട്, തിരുവനന്തപുരത്ത് അഗസ്ത്യരുടെ സമാധി, കൊല്ലത്ത് മഹാസിദ്ധപുരുഷനായിട്ടുള്ള ചട്ടമ്പി സ്വാമിയുടെ സമാധി. ഒട്ടേറെ സമാധികൾ കേരളത്തിൽ തന്നെയുണ്ട്. പക്ഷെ സമാധികളുടെ ഏറ്റവും വലിയ ഈറ്റിലം എന്ന് പറയുന്നത് തമിഴ്നാടാണ്. സിദ്ധന്മാരുടെ സമാധി കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ആ സംസ്ഥാനത്ത് നിങ്ങൾ ചെന്നാൽ അറിയാം, അവരുടെ ജീവിതത്തിൻ്റെ ഒരു മുക്കാൽ പങ്കും അവരുടെ ആയുസ്സും തേജസ്സും എല്ലാം, അല്ലെങ്കിൽ ഭൗതികമായും ആത്മീയമായും നേട്ടം വരുന്നത് ഗുരുക്കന്മാരിൽ നിന്നാണ്. അവിടെ ഏത് ക്ഷേത്രത്തിൽ പോയാലും അവിടെ ധ്യാനിക്കാനൊരു കേന്ദ്രമുണ്ടായിരിക്കും. സിദ്ധന്മാരുടെ സമാധിപീഠങ്ങൾ കേന്ദ്രീകരിച്ച് അവിടെ ക്ഷേത്രങ്ങളും ഉയരും. അതുകൊണ്ട് എന്ത് സംഭവിച്ചു, അവിടെ വലിയ രീതിയിലുള്ള കീർത്തിയിലേക്ക് പോയി. ഏറ്റവും കൂടുതൽ പെർ ക്യാപിറ്റ ഇൻകം ഉള്ളത് തമിഴ്നാട്ടിലാണ്. സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സമ്പാദിക്കുന്നത് തമിഴ്നാട്ടിലാണ്. കാരണം എന്താണ്, അവരുടെ ആത്മീയ വിശ്വാസം. ഭസ്മം കുറി തൊടാതെ ഒരാളും പുറത്തിറങ്ങുക പോലുമില്ല തമിഴ്നാട്ടിൽ. അതുപോലെ ദൈവത്തിലേക്ക് അടുക്കാനും ദൈവത്തിലേക്ക് വിശ്വസിക്കാനും ആത്മീയമായി, ഞാൻ പറയുന്നത് മതവുമായി ഒരു ബന്ധവും, മതവും ആത്മീയതയും രണ്ടും രണ്ടാണ്. ആത്മീയതയിലേക്ക് ആർക്കും കടന്നു ചെല്ലാം. ഒരു ജാതി മതഭേദവുമില്ല. ഒരു ജാതിയിലും ഒരു മതത്തിലും പെട്ടവർക്ക് ഒരു തരത്തിലുള്ള, ഹിന്ദുക്കൾ മാത്രമേ സമാധി പീഠങ്ങൾ ദർശിക്കാവുള്ളൂ എന്നുള്ള ഒരു നിയമം ഒരിടത്തുമില്ല. അതാദ്യം മനസ്സിലാക്കുക. ഈ ഹിന്ദു വിഭാഗത്തിൻ്റെ ഈ സമാധി പീഠങ്ങളെ ആസ്പദമാക്കി തന്നെ പല മതങ്ങളും പിന്നീട് പല രീതിയിലും ഇതിനെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ അടിസ്ഥാനം, സമാധി എന്നുള്ളതിൻ്റെ അടിസ്ഥാനം എപ്പോഴും സനാതനമാണ്. സനാതനത്തിന് ജാതി മത വേർതിരിവുകളില്ല. ആർക്കും ഒരുപോലെ ധ്യാനിക്കാവുന്ന ആത്മീയ പീഠങ്ങൾ തന്നെയാണിത്. ഏതൊരാൾക്കും, നമ്മൾക്ക് സംശയിക്കേണ്ട, നമ്മൾ എന്തുകൊണ്ടാണ് മരിച്ചു പോയൊരാൾ, ഇത് മരണമല്ല, ആ ദൈവത്തിലേക്ക് ലയിച്ച് ദൈവമായി ഒന്നായി ചേർന്ന ആത്മീയ പുരുഷൻ്റെ സമാധി എന്ന് പറയുന്നത് ആ ഭഗവാൻ തന്നെയാണ്, ആ ദൈവം തന്നെയാണ്. ആ ദൈവത്തിലൂടെ സഞ്ചരിച്ച ആ ദൈവത്തിൻ്റെ നിർഗുണ തത്വത്തിൽ ലയിച്ചു ചേരുന്ന ഈ സമാധി പീഠങ്ങൾക്ക് 1000 ക്ഷേത്രങ്ങളെക്കാൾ ഫലം തരാൻ നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ ഇതുപോലുള്ള മഹത് വ്യക്തിത്വങ്ങളുടെ, മഹത് ഗുരുക്കന്മാരുടെ സമാധി പീഠങ്ങൾ ദർശിച്ചുകൊണ്ട് ജീവിതം മാറ്റുക. ക്ഷേത്രം ദർശിക്കുന്ന പോലല്ല, ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, ക്ഷേത്രങ്ങൾ ദർശിക്കുന്നത് പോലല്ല സമാധി പീഠങ്ങൾ ദർശിക്കുന്നത്. സമാധി പീഠങ്ങൾ ദർശിക്കുന്നത് ധ്യാനിച്ചുകൊണ്ടാണ്, കൈകൂപ്പി പ്രാർത്ഥിച്ചുകൊണ്ടല്ല. അതുപോലെ തന്നെ ഏത് നക്ഷത്രത്തിൽപ്പെട്ടവർക്കാണെങ്കിലും ഏത് രാശിയിൽപ്പെട്ടവർക്കാണെങ്കിലും ഒരു ചിന്തയും വേണ്ട, നിങ്ങൾക്ക് ഏതൊരു സമാധി പീഠത്തിൽ പോയി നിന്നും നിങ്ങൾക്ക് ആത്മീയ അനുഭവമുണ്ടാകും. സ്റ്റീവ് ജോബ്സും മാർക്ക് സുക്കർബർഗും അല്ലെങ്കിൽ വിരാട് കോഹ്ലിയും ഒക്കെ ഈ നാളും പേരും നോക്കിയിട്ടാണോ കൈച്ചീതാമിൽ പോയത്? അല്ല. നമ്മളുടെ വിശ്വാസം, ആ ഗുരുവിലുള്ള പൂർണ്ണ വിശ്വാസത്തിൽ നിന്ന് നമ്മൾക്ക് എല്ലാം കിട്ടും. ആ ഒരു വിശ്വാസത്തിൽ മുന്നോട്ട് പോകുകയാണെങ്കിൽ എല്ലാം കിട്ടും. ഓം ശ്രീ ലക്ഷ്മി നരസിംഹം ശരണം പ്രപദ്യേ.